വെൽക്കം ബാക്ക് ടു ഓൾ. സ്റ്റെയർകേസ് എന്ന പാഠഭാഗത്തെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ സ്റ്റെയറിൻ്റെ ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. സ്റ്റെയറിനെ നാലായാണ് തരംതിരിച്ചിട്ടുള്ളത്. സ്ട്രൈറ്റ് ഫ്ലൈറ്റ് സ്റ്റെയർ, ടേണിംഗ് സ്റ്റെയർ, ടേണിംഗ് സ്റ്റെയറിൽ തന്നെ 3 ടൈപ്പ് ഉണ്ട്. ക്വാർട്ടർ ടേൺ സ്റ്റെയർ, ഹാഫ് ടേൺ സ്റ്റെയർ, 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ. പിന്നെ മൂന്നാമത് വരുന്ന സ്റ്റെയറാണ് ജോമെട്രിക്കൽ സ്റ്റെയർ, നാലാമത്തത് സർക്കുലർ സ്റ്റെയർ. ഇത്രയും സ്റ്റെയറുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓരോന്നായി നമുക്ക് പരിചയപ്പെടാം. ആദ്യമായി സ്ട്രൈറ്റ് ഫ്ലൈറ്റ് സ്റ്റെയർ. അപ്പോൾ ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്. ഇതിലെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നിലധികം സ്റ്റെപ്പുകൾ തുടർച്ചയായി അടുക്കി വെച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെയർ കേസിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രൈറ്റ് ആയിരിക്കും, അതായത് നേരെയായിരിക്കും. ഈ സ്റ്റെയറിലെ എല്ലാ സ്റ്റെപ്പുകളും ഒരേ ദിശയിലായിരിക്കും ഉണ്ടാവുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു സ്റ്റെയറാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൽ ഒന്നോ അതിലധികമോ ഫ്ലൈറ്റ് ഉണ്ടാവാം. അപ്പം ഈ ഫ്ലൈറ്റുകൾക്കിടയിൽ എന്ത് കൊടുക്കാറുണ്ട്? ലാൻഡിങ് കൊടുക്കാറുണ്ട്. എപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്റ്റെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ സ്റ്റെയർ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് നീളം കൂടുതലും വീതി വളരെ കുറവുമാണെങ്കിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ നൽകാറുള്ളത്. അപ്പം ഈ ഫസ്റ്റ് കാണുന്നത് അതിൻ്റെ എലവേഷനാണ്, രണ്ടാമത്തത് പ്ലാനാണ്. ഓക്കെ, ഇതാണ് ഒരു സ്ട്രൈറ്റ് ഫ്ലൈറ്റ് സ്റ്റെയറിൻ്റെ ഫിഗർ. രണ്ടാമത്തതായി ടേണിംഗ് സ്റ്റെയർ പരിചയപ്പെടാം. ടേണിംഗ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ സ്റ്റെയർ വളരെ ഒരേ ദിശയിലാണ്, പക്ഷേ ഇവിടെ ടേണിംഗ് സ്റ്റെയറിൽ ആ സ്റ്റെയറിൻ്റെ ദിശ വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിൽ ക്വാർട്ടർ ടേൺ സ്റ്റെയർ ഉണ്ട്, രണ്ടാമത്തത് ഹാഫ് ടേൺ സ്റ്റെയർ ഉണ്ട്, മൂന്നാമത്തത് 3 ക്വാർട്ടർ ടേൺ സ്റ്റെയർ ഉണ്ട്. ഇത് ഓരോന്നായിട്ട് നമുക്ക് പറയാം. ആദ്യത്തത് ക്വാർട്ടർ ടേൺ സ്റ്റെയർ ആണ്. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു എൽ ആകൃതി ആയിരിക്കും ഈ സ്റ്റെയറിന് ഉണ്ടാവുക. ആദ്യം നമ്മളൊരു ഫ്ലൈറ്റ് കയറി നമുക്കൊരു ലാൻഡിങ് ഉണ്ടായിരിക്കും. ആ ലാൻഡിങ്ങിൽ 90 ഡിഗ്രി തിരിഞ്ഞാലാണ് അടുത്ത ഫ്ലൈറ്റ് ഉണ്ടാവുക. അതാണ് ക്വാർട്ടർ ടേൺ സ്റ്റെയർ. അപ്പോൾ ക്വാർട്ടർ ടേൺ സ്റ്റെയറിൽ വരുന്ന ഒരു ടൈപ്പ് സ്റ്റെയറാണ് ബൈഫുർക്കേറ്റഡ് സ്റ്റെയർ. അപ്പോൾ ബൈഫുർക്കേറ്റഡ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതു കെട്ടിടങ്ങളുടെയൊക്കെ നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസില്ലേ, അപ്പോൾ ആ എൻട്രൻസിലാണ് ഇത്തരത്തിലുള്ള ബൈഫുർക്കേറ്റഡ് സ്റ്റെയർ നൽകാറുള്ളത്. അപ്പം ആദ്യമുള്ള ഫ്ലൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലാൻഡിങ് ഉണ്ടാവും. ആ ലാൻഡിങ്ങിൽ നിന്നും ഇടത്തോട്ടും വലത്തോട്ടും 2 ഫ്ലൈറ്റുകൾ നൽകും. അതാണ് ബൈഫുർക്കേറ്റഡ് സ്റ്റെയറിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഈ ഒരു നമ്മൾ കയറുന്ന ലാൻഡിങ്ങിലേക്ക് എത്തുന്നതിന് മുന്നേ ഉള്ള ഫ്ലൈറ്റ് ഇല്ലേ, അതിൻ്റെ വീതി കൂടുതലായിരിക്കും. ലാൻഡിങ് എത്തിക്കഴിഞ്ഞ് അവിടുന്ന് ഇടത്തോട്ടും വലത്തോട്ടും ഉള്ള ഫ്ലൈറ്റിൻ്റെ വീതി കുറവായിരിക്കും. ഓക്കെ, ഇതാണ് ഒരു ബൈഫുർക്കേറ്റഡ് സ്റ്റെയറിൻ്റെ ഫിഗർ. ഇനി ഹാഫ് ടേൺ സ്റ്റെയർ ആണ് നമുക്ക് പറയാനുള്ളത്. നേരത്തെ നമ്മൾ 90 ഡിഗ്രിയാണ് ദിശ വ്യത്യാസപ്പെട്ടിരുന്നത്, പക്ഷെ ഹാഫ് ടേൺ സ്റ്റെയറിൽ 180 ഡിഗ്രി ആയിരിക്കും ദിശ വ്യത്യാസപ്പെടുന്നത്. അതായത് നമ്മൾ ആദ്യം ഫ്ലൈറ്റ് കയറി പിന്നെ 180 ഡിഗ്രി തിരിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഫ്ലൈറ്റ് എത്തുന്നത്. അപ്പോൾ ഇതിൽ 2 സ്റ്റെയറാണ് നമുക്ക് പഠിക്കാനുള്ളത്, ഡോഗ് ലെഗ്ഡ് സ്റ്റെയറും ഓപ്പൺ നെവൽ സ്റ്റെയറും. ഇപ്പോൾ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ഇതാ ഈ പേരിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോഗിൻ്റെ കാല് പോലെയായിരിക്കും ഇതിൻ്റെ പ്ലാൻ ഉണ്ടാവുക. ഈ സ്റ്റെയറിൻ്റെ പ്ലാൻ എടുത്ത് നോക്കിയാൽ ഒരു ഡോഗിൻ്റെ കാല് പോലെയായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ ഈ സ്റ്റെയറിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ 2 ഫ്ലൈറ്റ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കാരണം ഇത് ഹാഫ് ടേൺ സ്റ്റെയർ അല്ലേ. പക്ഷേ ആ 2 ഫ്ലൈറ്റും വിപരീത ദിശയിലാണ് ഉണ്ടാവുന്നത്. ഈ സ്റ്റെയറിൻ്റെ പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനിടയിൽ ഈ 2 ഫ്ലൈറ്റിന് ഇടയിൽ ഒരു ഗ്യാപ്പും ഉണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള സ്റ്റെയർ നൽകുന്നത്? നമ്മളിപ്പോൾ സ്റ്റെയർ കൊടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്തെ മൊത്തം വീതി നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പിൻ്റെ വീതിയുടെ 2 ഇരട്ടി സ്ഥലം നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റെയർ കൊടുക്കാം, ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ. ഇനി ഇതാണ് ഡോഗ് ലെഗ്ഡ് സ്റ്റെയറിൻ്റെ ഫിഗർ കേട്ടോ. ഇനി ഓപ്പൺ വെൽ സ്റ്റെയർ.
ഇതും ഡോഗ് ലെഗ്ഡ് ചെയർ പറഞ്ഞ പോലെ തന്നെ 2 ഫ്ലൈറ്റ് ഉണ്ടായിരിക്കും ഇതിന്. ആ 2 ഫ്ലൈറ്റും വിപരീത ദിശയിലാണ് ഉണ്ടാവുക. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു ഹോളിന് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിന് എന്തിൻ്റെ ആകൃതിയായിരിക്കും? ചിലപ്പോൾ ഈ ചതുരാകൃതിയായിരിക്കും, ചിലപ്പോൾ മറ്റേതെങ്കിലും ജോമെട്രിക്കൽ ഷേപ്പായിരിക്കും ഇത്തരത്തിലുള്ള സ്റ്റെയറിന് ഉണ്ടാവാം. എപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്റ്റെയർ നൽകുന്നത്? നമുക്ക് ലഭിച്ച സ്ഥലത്തിൻ്റെ മൊത്തം വീതി എന്നത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പിൻ്റെ വീതിയുടെ 2 ഇരട്ടിയേക്കാൾ കൂടുതലാണെങ്കിൽ ഓപ്പൺ വെൽ സ്റ്റെയർ ഉപയോഗിക്കുന്നു. 2 ഇരട്ടിക്ക് തുല്യമാണെങ്കിൽ ഡോഗ് ലെഗ്ഡ് സ്റ്റെയർ ഉപയോഗിക്കുന്നു. ഇതാണ് ഒരു ഓപ്പൺ വെൽ സ്റ്റെയർ. ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോള് കാണുന്നില്ലേ? ഇനി 3 ക്വാഡ്രന്റ് സ്റ്റെയർ ആണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ 390 ഡിഗ്രി ദിശ വ്യത്യാസപ്പെടും. അതാണ് ഈ ഒരു സ്റ്റെയറിൻ്റെ പ്രത്യേകത. ഈ ഫിഗർ തന്നെ നോക്കൂ, 3 പ്രാവശ്യം 90 ഡിഗ്രി വ്യത്യാസപ്പെടുന്നതുകൊണ്ടാണ് 3 ക്വാഡ്രന്റ് ടേൺ സ്റ്റെയർ എന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ പ്ലാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, ഒരു ഓപ്പൺ വെൽ ഉണ്ടായിരിക്കും. അതാണ് ഇത്തരത്തിലുള്ള സ്റ്റെയറിൻ്റെ പ്രത്യേകത. പിന്നെ ഇത്തരത്തിലുള്ള സ്റ്റെയറിൻ്റെ ഫിഗറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്, 3 ക്വാഡ്രന്റ് ടേൺ സ്റ്റെയർ. ഇനി നമുക്ക് ജോമെട്രിക്കൽ സ്റ്റെയർ ആണ് പറയാനുള്ളത്. എന്താണ് ജോമെട്രിക്കൽ സ്റ്റെയർ? അപ്പോൾ ഈ ഒരു സ്റ്റെയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെയർ വളരെ കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് ഇതിൻ്റെ ഹാൻഡ് റെയിലൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഒരു നെവൽ പോസ്റ്റ് കൊടുക്കണ്ട. ഈ ഒരു സ്റ്റെയറിന് നെവൽ പോസ്റ്റിൻ്റെ ആവശ്യകതയില്ല. ഇതിൻ്റെ ഹാൻഡ് റെയിൽ വളരെ തുടർച്ചയാണ്, അതിനൊരു ബ്രേക്കും ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ഈ ഒരു സ്റ്റെയറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നല്ല പരിചയസമ്പന്നമായ തൊഴിലാളികൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ ഉണ്ടാക്കാൻ ആവശ്യമാണ്. ഇത്തരത്തിലുള്ള സ്റ്റെയറിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്. അപ്പോൾ ജോമെട്രിക്കൽ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ തന്നെ ഉണ്ട്, ഏതൊരു ആകൃതിയായിരിക്കാം, പല ആകൃതിയായിരിക്കാം, ചിലപ്പോൾ ചതുരാകൃതിയായിരിക്കാം, ചിലപ്പം സമചതുരായിരിക്കാം, അങ്ങനെ ഏത് ആകൃതിയും ഈ ഒരു സ്റ്റെയറിന് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ കേട്ടോ. ഇനി സർക്കുലർ സ്റ്റെയർ അല്ലെങ്കിൽ ഹെലിക്കൽ സ്റ്റെയർ അല്ലെങ്കിൽ സ്പൈറൽ സ്റ്റെയർ എന്നിങ്ങനെയാണ് ഈ സ്റ്റെയർ അറിയപ്പെടുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥലം വളരെ കുറഞ്ഞ സ്ഥലമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നൽകുന്നതാണ് സർക്കുലർ സ്റ്റെയർ. അതായത് കുറേ ട്രാഫിക് ഉണ്ട്, കുറേ പേർക്ക് പോകണം, പക്ഷേ നമുക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വളരെ കുറവാണെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റെയർ നൽകാം. ഇത്തരത്തിലുള്ള സ്റ്റെയർ RCC കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ ഒക്കെ നിർമ്മിക്കാറുണ്ട്. പിന്നെ ഇത്തരത്തിലുള്ള സ്റ്റെയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ വലിയ വലിയ ബിൽഡിങ്ങിനൊക്കെ ആണെങ്കിൽ നമ്മൾ എമർജൻസി എക്സിറ്റ് കൊടുക്കാറില്ലേ? എന്തെങ്കിലും ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലൂടെ ഒരു സ്റ്റെയർ കൊടുക്കാറില്ലേ? അതിന് സർക്കുലർ സ്റ്റെയർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒരു പ്രത്യേകത കഴിഞ്ഞാൽ വിൻഡേഴ്സ് ആയിരിക്കും. വിൻഡേഴ്സ് നമ്മൾ എന്താണെന്ന് പഠിച്ചിട്ടില്ലേ? ടാബറിങ് സ്റ്റെപ്പാണ്. ചെരിഞ്ഞിരിക്കുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ വിൻഡേഴ്സ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സ്റ്റെപ്പുകളാണ് സർക്കുലർ സ്റ്റെയറിൽ നൽകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കേന്ദ്രത്തിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഈ സ്റ്റെപ്പൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ മനസ്സിലാവാൻ പറ്റും. ഓരോ സ്റ്റെപ്പ് ഉണ്ടാവുന്നത് ഒരു പോയിൻറ്റിനെ കേന്ദ്രമാക്കിയിട്ടായിരിക്കും ഓരോ സ്റ്റെപ്പും ഒറിജിൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഒരു സർക്കുലർ, ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ സ്റ്റെയറിൻ്റെ ഫിഗർ. ഓക്കെ, ഈ ഫിഗർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും. ഇനി സാധാരണ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റെയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനനുസരിച്ചും സ്റ്റെയറിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്, ബ്രിക്ക് സ്റ്റെയർ ഉണ്ട്, സ്റ്റോൺ കൊണ്ടുള്ളതുണ്ട്, മെറ്റൽ കൊണ്ടുണ്ട്, RCC കൊണ്ടുണ്ട്, ടിമ്പർ കൊണ്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റെയർ എന്ന പാഠഭാഗത്ത് പറയാനുള്ളത്. അപ്പം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതൊന്ന് നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് സ്റ്റെയർ?
നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. രണ്ടാമത്തേത്, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെയർ യൂസ്ഡ് ഇൻ ബിൽഡിംഗ്, എക്സ്പ്ലെയിൻ എനി വൺ വിത്ത് നീറ്റ് ഫിഗർ. ഏതെങ്കിലും ഒന്ന് നല്ല വൃത്തിയുള്ള ഫിഗറാക്കി വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? നിങ്ങൾ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റെയർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അത് വരയ്ക്കാൻ പഠിക്കണം. ഓക്കെ. പിന്നെ ഒരു ഗുഡ് സ്റ്റെയറിൻ്റെ റിക്വയർമെൻറ്റ് എന്താണ്? അത് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത, വാട്ട് ആർ ദ പോയിന്റ് ടു ബി കൺസിഡേർഡ് വൈൽ ഫിക്സിങ് ദ പൊസിഷൻ ഓഫ് സ്റ്റെയർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലൊക്കേഷൻ ഓഫ് സ്റ്റെയർ. ഒരു സ്റ്റെയർ ലൊക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതും ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 6 ടൈപ്പ് ഓഫ് സ്റ്റെയർ കീസ് യൂസ്ഡ് ഇൻ ബിൽഡിംഗ്, വിച്ച് ഓഫ് ദം suitable in പബ്ലിക് ബിൽഡിംഗ്. അപ്പോൾ പബ്ലിക് ബിൽഡിങ്ങിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബൈഫ്രിക്കേറ്റഡ് സ്റ്റെയർ ഒക്കെയാണ് നൽകാറുള്ളത് അല്ലേ. പിന്നെ അതിന് പുറമെ 6 ടൈപ്പ് സ്റ്റെയർ കേസോടെ പറയാനുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റെയറിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.